ജനുവരി 29-ന് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് അവതരിക്കും. തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായുള്ള ഈ ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇരട്ടി മധുരം പ്രതീക്ഷിക്കാം. അതായത് ക്ഷേമ പെൻഷൻ 2500 രൂപയായി ഉയർത്താനും DA വർദ്ധിപ്പിക്കാനും സാധ്യത ഏറെയാണ്. ധനമന്ത്രി KN ബാലഗോപാൽ 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് കൂടിയെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബജറ്റ് ആയതുകൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇരട്ടിമധുരം നൽകുന്ന ഒന്നു തന്നെയായിരിക്കും. ബജറ്റ് മുന്നോടിയായി അവലോകന റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ചു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സാമൂഹ്യ സുരക്ഷാ മേഖലകൾക്കും ഗുണകരമാകുന്ന പ്രഖ്യാപനങ്ങൾ ഇതിലുണ്ടാകുമെന്നാണ് മന്ത്രി സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലകളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും എന്നാൽ ഇത് ലഭ്യമായ വിഭവങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നാണ് മന്ത്രിയുടെ സൂചന. ഇതിലേറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് ക്ഷേമ പെൻഷനാണ്. 2500 രൂപയായി ഉയർത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ഇരട്ടി സന്തോഷം നൽകാൻ അവരുടെ DAയും വർദ്ധിപ്പിച്ചേക്കാം. ഇത്തവണത്തേത് യാഥാർത്ഥ്യബോധത്തോടെയും പ്രായോഗികമായും തയ്യാറാക്കുന്ന ബജറ്റാണെന്നാണ് മന്ത്രി പറയുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിക്കുന്നതിനൊപ്പം വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന ഒന്നു തന്നെയാണ്. കൂടാതെ പ്രായമായവരുടെ സംരക്ഷണത്തിൽ കേരളത്തെ ലോകോത്തര നിലവാരത്തിലെത്തിക്കാനുള്ള സിൽവർ ഇക്കണോമി ചട്ടക്കൂട് രൂപീകരിക്കുന്നത് ഈ ബജറ്റിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ സിൽവർ ഇക്കണോമിയെക്കുറിച്ചും കേരളത്തെ ഗ്ലോബൽ ഡെസ്റ്റിനേഷനായി മാറ്റേണ്ടതിനെക്കുറിച്ചും പരാമർശിച്ചായിരുന്നു പ്രസംഗം. എന്തൊക്കെയായാലും കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് സർക്കാർ അവസാന നിമിഷങ്ങളിലും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാരണം സാമ്പത്തിക ഞെരുക്കം നേരിട്ടുവെന്നാണ് സർക്കാർ കരുതുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയായി ഉയർത്തിയതും സ്ത്രീ സുരക്ഷാ പെൻഷനും കണക്ട് വർക്ക് പദ്ധതിയുമടക്കം സർക്കാർ ഇതിൽ പ്രധാനമായും ഊന്നിപ്പറയുന്ന ഒന്നു തന്നെയാണ്. സാമൂഹ്യക്ഷേമ മേഖല, പരമ്പരാഗത വ്യവസായങ്ങൾ, വിഴിഞ്ഞം തുറമുഖം പോലുള്ള പദ്ധതികളിലെ നിക്ഷേപങ്ങൾ പ്രധാന നേട്ടമായി മന്ത്രി എടുത്തുപറയുന്ന ഒന്നാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വലിയ തോതിലുള്ള നിക്ഷേപം കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നടത്തിയെന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന്റെയെല്ലാം പ്രയോജനം വരുന്ന വർഷങ്ങളിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. എന്തായാലും ദുരന്തങ്ങളെ നേരിടാനുള്ള പദ്ധതികളും ശബരിമല റെയിൽവേ പദ്ധതിയുടെ വേഗത കൂട്ടൽ, ഗൾഫിൽ നിന്നെത്തുന്നവർക്കും സഹായം എന്നിവയെല്ലാം ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഭവന നിർമ്മാണം, പരിസ്ഥിതി സൗഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കൽ, യുവസംരംഭകത്വ പരിപാടികൾ, നിക്ഷേപകരെ ആകർഷിക്കാനുള്ള മറ്റു പരിപാടികളും ഈ ബജറ്റിൽ ഇടം പിടിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.